പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിയപ്പോൾ അവിടെ അദ്ദേഹത്തിന് പോലീസ് വളരെ വലിയ ഒരു വരവേൽപ്പും ഗാർഡ് ഓഫ് ഓണറും കൊടുക്കുന്നതായി നമ്മൾ കണ്ടു. ആ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാൻ വേണ്ടി പോലീസിനെ എവിടെ അണിനിരത്തി അദ്ദേഹം ഗസ്റ്റ് ഹൗസിലേക്കാണ് തോന്നുന്നു കയറുന്ന സമയത്ത് DIG അദ്ദേഹത്തോട് പറയുന്നു, ഇങ്ങനെ ഗാർഡ് ഓഫ് ഓണർ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇറ്റ് ഹാസ് ബി ഫിനിഷ് soon. I am going to wind up this week itself. It's a waste of time of police എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനുശേഷം പറഞ്ഞു, എനിവേ they are waiting for me there, that's why I am going there എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോകുന്നത് കണ്ടു. അപ്പോൾ എനിവേ ഇത് വളരെ ഒരു പുരോഗമനപരമായ കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം ഇതൊരു സാമ്രാജ്യത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇത്തരത്തിൽ വരുന്ന ഈ പോലീസിൻ്റെ ഇത്തരം പ്രകടനങ്ങളൊക്കെ. ഞാൻ കളക്ടറേറ്റിൽ പോകുന്ന സമയത്ത്, ഇടുക്കി കളക്ടറേറ്റിൽ പോകുന്ന സമയത്ത് ഒരു കാലത്ത് ടോമിൻ തച്ചങ്കരി അവിടെ പോലീസ് സൂപ്രണ്ടായിട്ട് വന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുമ്പിൽ അദ്ദേഹം വന്നതിന് ശേഷം 3 പോലീസുകാരെയാണ് നിർത്തുകയും ഗണ്ണ് പിടിച്ചുകൊണ്ട് പ്രസൻറ്റ് ഗാർഡ്സ് അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞ് അവർ സല്യൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പാവപ്പെട്ട പോലീസുകാർ എന്തിനാണ് അവിടെ നിന്ന് സല്യൂട്ട് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഒരാളെ വേണമെങ്കിൽ അവിടെ അറ്റൻഡൻസിന് ഒരാളെ വെച്ചാൽ പോരെ വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാണ് അവരെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അവരുടെ ഓഫീസർമാരുടെ, അതായത് ബ്രിട്ടീഷ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു വളരെ ഫ്യൂ പേഴ്സൺസിനെ കൊണ്ട് മാമത്ത് ക്രൗഡിനെ, എ ഫ്യൂ പേഴ്സൺ റെയിൻ വിത്ത് മാമത്ത് ക്രൗഡ് എന്നുള്ളതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് വളരെ കുറച്ച് ആളുകളെ കൊണ്ട് ഒരു വലിയ ജനസമൂഹത്തെ കൺട്രോൾ ചെയ്യിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ എപ്പോഴും ബൂസ്റ്റ് ചെയ്ത് കാണിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ ചെയ്തത്. കാരണം അവർ കുറച്ച് പേരെ ലോകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, ആ സിവിൽ സർവീസ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് 1-2 ബ്രിട്ടീഷുകാർ ഒരു ഡിസ്ട്രിക്റ്റ് ഭരിക്കുന്ന, ഒരു വലിയ മാമത്ത് ക്രൗഡിനെ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികളെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ള ആ ഫ്യൂഡൽ കോൺസെപ്റ്റ് അവർ ആ കാലത്ത് ശക്തമായി അവതരിപ്പിക്കുകയും മുൻപോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോമിൻ തച്ചങ്കരി വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ അന്ന് മുതൽ അതിനുശേഷം പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷം, 5-8 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് UK പോരാൻ അവസരം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പോലീസ് സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയ കോൺവാലിസ് എന്ന് പറഞ്ഞ പ്രഭുവാണ് ഇന്ത്യയിൽ. 1883 എന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ തഗ്ഗുകളെ, അതായത് മധ്യ ഇന്ത്യയിലെ കൊള്ളക്കാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ കോൺവാലിസ് ഈ പോലീസിനുണ്ടാക്കിയത്. അതിനുശേഷം 100 വർഷം കഴിഞ്ഞിട്ട് ഇവിടുത്തെ പ്രഭു സഭയിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച വന്നു. അപ്പോൾ അവിടെ അന്ന് ആ ചർച്ചയിൽ വന്ന് പോലീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ വൂൾഫിനേക്കാൾ വലിയ ഗ്രീഡി ആയിട്ടുള്ളതാണ് ഈ പോലീസ് എന്ന് മാറി. വൂൾഫിനേക്കാൾ ഗ്രീഡിയായി ഷീപ്പ് മാറി എന്നാണ് ഒരു വാക്ക് പറഞ്ഞത്. അതായത് ഈ ചെന്നായേക്കാൾ വലിയ ആക്രാന്തം മൂത്ത ഒന്നായി ഈ ആട് മാറി എന്നാണ്. അതായത് ഈ ചെന്നായെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആട് അതിലും വലിയ ഗ്രീഡിയായി മാറി എന്നാണ് ഹൗസ് ഓഫ് ലോർഡ്സ് നടന്ന ചർച്ചയിൽ അന്ന് ലോർഡ്സ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാനന്ന് ഈ പോലീസുകാരുടെ ഈ സംവിധാനം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇംഗ്ലണ്ടിൽ വരുമ്പോൾ ഇതിലും വലിയ സെറ്റപ്പ് ആയിരിക്കും, ഇവിടെ ഇങ്ങനെ കളക്ടറേറ്റൊക്കെ കാണും, ഇതിലും വലിയ സെറ്റപ്പ് കാണും, അപ്പോൾ അവിടെ പോകുമ്പോൾ കാണാം എന്നൊക്കെ ഉദ്ദേശിച്ച് വന്നപ്പം ഇവിടെ അങ്ങനെ ഒരു പോലീസ് സംവിധാനത്തെ ഞാൻ കണ്ടിട്ടില്ല. ഒരു സല്യൂട്ട് ചെയ്യുന്ന പോലീസുകാരനെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരിക്കലും ഇവിടെ വന്ന ആളത് 2003 ആദ്യമായൊരു കാറൊക്കെ മേടിച്ച് ഇങ്ങനെ ഈ പട്ടണത്തിലിറങ്ങി ഈ ട്രാഫിക് ലൈറ്റ് പോലും കണ്ടിട്ടില്ല, വളരെ ശ്രദ്ധിച്ച് അന്ന് ഈ റോഡിലൂടെ ഓടിക്കുന്ന സമയമാണ്. തെറ്റുകളുടെ ഒരു നീണ്ട കൂമ്പാരമായിരുന്നു ഡ്രൈവിങ്ങിൽ. അപ്പോൾ ഇങ്ങനെ പോകുന്ന വണ്ടിക്കാരെല്ലാം എന്നെ തെറി പറയാറുണ്ടായിരുന്നു. അപ്പം ആ തെറിയൊന്നും എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ ഈ ചുറ്റും വട്ടം നോക്കി ഇങ്ങനെ പോകുന്ന സമയത്ത് വാൾട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പബ്ബിൽ ഒരു അടി നടക്കുകയാണ്, ഭയങ്കര അടി. അപ്പം അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്, ഒരു കൂട്ടം പോലീസും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഇതെന്നാ സംഭവം എന്ന് കാണാൻ വേണ്ടി. ഇപ്പോഴാണേ പോകുകയല്ല, ഇപ്പോഴാണേ അത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. അന്നത്തെ ആ നാട്ടിൽ നിന്ന് വന്ന ആ സെറ്റപ്പ് മൈൻഡ് ഉള്ളതുകൊണ്ടാണ് അന്ന് പോയത്. അപ്പോൾ അവിടെ ഇങ്ങനെ പബ്ബിനകത്ത് ഭയങ്കര അടി നടക്കുന്നു. അപ്പം പോലീസ് ഇവരെ ഓരോരുത്തരെയും പിടിക്കുന്നുണ്ട്, അവരെ തിരിച്ചടിക്കുന്നില്ല, പോലീസിൻ്റെ അടിക്കുന്നുണ്ട് ഇവർ. ആ അടിക്കുന്ന പോലീസുകാരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് അവരൊരു പ്രത്യേക ടാക്ടിക്സിൽ ഇവരെ പിടിച്ച് വിലങ്ങ് വെച്ച് ഈ 2-4 പേരുണ്ടായിരുന്നു, അവരെ പ്രത്യേകം ഇവരെ കിടത്തിക്കൊണ്ട് പോകാവുന്ന ഒരു വണ്ടി ഉണ്ടാകുന്നത്, ആ കിടത്തിക്കൊണ്ട് പോകുന്ന വണ്ടിയിൽ ഇവരെ കയറ്റി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടപ്പം ഈ ആളുകൾ അവിടെ കുറച്ച് പേർ നിൽക്കണ്ട, അവരോട് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് പറഞ്ഞു ഗോ ബാക്ക് എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം ആളുകൾ പതിയെ മാറാൻ തുടങ്ങിയപ്പോൾ ഗോ ബാക്ക് എന്നൂടെ ഷൗട്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ തന്നെ ആളുകളങ്ങ് പോയി. അവിടെ നാട്ടിലെ പോലെ തെറിയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അപ്പോൾ അതിനുശേഷം
ഞാനിത് കണ്ടപ്പോൾ ഈ ആളുകളോട് മറ്റേ ഈ മദ്യപിച്ച് നിൽക്കുന്ന ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. അവർ പോലീസ് വളരെ ടാക്റ്റിക്കലായി പെരുമാറുന്നു, അവരെ ഉപദ്രവിക്കുന്നില്ല, അവരെല്ലാം പിടിച്ച് അടിക്കുമ്പോൾ തന്നെ പോലീസ് ബ്ലോക്ക് ചെയ്യുന്നു, പല രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് അവരെ എല്ലാം പിടിച്ച് കെട്ടി കൊണ്ടുപോകുന്നു, അതുപോലെ ക്രൗഡിനെ മുഴുവൻ അവർ ഒഴിവാക്കി വിടുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇവിടുത്തെ പോലീസിൻ്റെ പ്രവർത്തനം വളരെ വളരെ അപ്രീഷിയേറ്റബിളായിട്ട് തോന്നി. ഞാൻ ഉടനെ അന്ന് ആ കാലത്ത് ഇവിടുത്തെ സ്കോട്ട്ലൻഡ് യാർഡിലെ ചീഫിന് ഒരു കത്തെഴുതി, എനിക്കൊരു പോലീസ് സ്റ്റേഷൻ കാണണം എന്ന ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്നെ ഒരു പോലീസ് സ്റ്റേഷൻ കാണാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ ചീഫിന് ഒരു കത്തെഴുതി. ആ കത്തിന് അദ്ദേഹം എനിക്ക് അയച്ചു തന്ന മറുപടി എന്ന് പറയുന്നത്, ഇവിടുത്തെ ലിവർപൂൾ പോലീസിൻ്റെ ചീഫ് കോൺസ്റ്റബിൾ പീറ്റർ എഡ്ജ് എന്ന് പറഞ്ഞ ആളുമായിട്ട് ബന്ധപ്പെട്ട് നിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ പുള്ളിയോട് പറയാൻ പറഞ്ഞു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെ ഒരു പൊട്ടൻ ഇങ്ങനെ ഈ പോലീസ് സ്റ്റേഷൻ കാണുന്നത് പറഞ്ഞ് പുള്ളിക്ക് മനസ്സിലായി കാണില്ല ഈ സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ ചീഫ് കോൺസ്റ്റബിൾ. അപ്പോൾ എനിവേ അദ്ദേഹം എനിക്കൊരു ലെറ്റർ അയച്ചു, നീ ഇവിടുത്തെ മറ്റേ ലിവർപൂൾ ചീഫ് കോൺസ്റ്റബിൾ പീറ്റർ എഡ്ജുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ പീറ്റർ എഡ്ജിനെ ഫോണിൽ വിളിച്ചു, എൻ്റെ ഫോൺ നമ്പർ ലാൻഡ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു പോലീസ് സ്റ്റേഷൻ കാണണം, എന്താ കാരണം? അപ്പം ഞാൻ നാട്ടിലെ പോലീസിലേക്ക് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ വന്നപ്പോൾ പോലീസിൻ്റെ പെർഫോമൻസ് വളരെ വ്യത്യസ്തമായിട്ടാണ് കണ്ടത്. നിങ്ങൾ വളരെ കമ്പാഷനേറ്റഡാണ് ആൾക്കാരോട് ബന്ധപ്പെടുന്നത്, നിങ്ങൾ ആ ക്രൈം ഒഴിവാക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ശ്രമമേ കണ്ടുള്ളൂ, അവിടെ ആൾക്കാരെ ഫോഴ്സ് അനാവശ്യമായി അപ്ലൈ ചെയ്യുന്നത് കണ്ടില്ല ഈ ഇങ്ങനെ പബ്ബിൽ അടി നടക്കുന്നുണ്ടപ്പം. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നാൽ ജോലി ഞാനൊന്നൊരു ഫാക്ടറി ജോലി ചെയ്യുക. ഞാൻ പറഞ്ഞു ഞാൻ വല്ലപ്പോഴും എഴുതാറുണ്ട്, പത്രങ്ങളൊക്കെ എഴുതാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി എഴുതണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നു. അതായത് എഡ്ജ് ഹിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനാണ് പറഞ്ഞത്. അന്ന് 2003 എൻ്റെ ഓർമ്മ. അപ്പോൾ 2003 ഞാൻ ഈ എഡ്ജ് ഹിൽ പോലീസ് സ്റ്റേഷനിൽ ഈ ചീഫ് കോൺസ്റ്റബിൾ എന്നെ കാത്തോടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ വളരെ ബഹുമാനത്തോടെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ കാണിച്ചു തന്നു. ഇതാണ് ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന വഴി, ഇതിലെയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്, ഇവിടെയാണ് ഡിറ്റെയിൻ ചെയ്യുന്നത്, ഇവിടെ ഇരുന്നാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്, ഇവിടെ വെച്ച് അയാൾക്ക് അഡ്വക്കേറ്റിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ബന്ധുക്കളെ വിളിക്കാം, അങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം പോലും. അന്ന് ടേപ്പ് റെക്കോർഡറായിരുന്നു ഉണ്ടായിരുന്നത്. ആ ടേപ്പ് റെക്കോർഡറിൽ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം കാണിച്ചു തന്നു. അതിനുശേഷം അവിടുത്തെ സ്റ്റേഷൻ ഓഫീസർ ഇരിക്കുന്ന സ്ഥലം ഇതെല്ലാം പറഞ്ഞ് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ റോഡിൽ വെച്ച് കാണുമ്പോഴൊക്കെ സല്യൂട്ട് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, ഈ അങ്ങനെയുള്ള സല്യൂട്ടൊന്നും ഇല്ല, ആകെ ഈ കോൺഫറൻസ് നടക്കുമ്പോൾ മാത്രം ഓഫീസറെ സല്യൂട്ട് ചെയ്യും, അല്ലാത്തപ്പോൾ സല്യൂട്ട് ചെയ്യില്ല, അങ്ങനെ ഒരു സല്യൂട്ട് ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും പോലീസ് അപകടം നടക്കുന്ന സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട്, അവിടെ ഓഫീസർമാരൊക്കെ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓഫീസറാണെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ, പലരും വരുന്ന പോകുന്ന കാണാം, ആരാണ് ഓഫീസർ എന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ അവരെ ആരും സല്യൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, റോഡിൽ വെച്ച് പോലും സല്യൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ആകെ ഞാൻ സല്യൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെ പോലീസ് റോഡിൽ സല്യൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടത് ക്യൂൻ 2004 ലിവർപൂൾ കത്തീഡ്രലിൽ വന്നു. ലിവർപൂൾ കത്തീഡ്രലിൽ വന്നപ്പോൾ അന്ന് ഈ കാവലിയേഴ്സ് ഫോഴ്സ് ഉണ്ട്, അതായത് കുതിരപ്പുറത്തിരിക്കുന്ന പോലീസുകാർ, അവർ സല്യൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ആ താഴെ കുറച്ച് പോലീസുകാരുണ്ടായിരുന്നു, അവരും സല്യൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. വേറെ ആരും സല്യൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ റോഡിൽ വെച്ചൊരു മന്ത്രിയെ പോലും സല്യൂട്ട് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പലപ്പോഴും മന്ത്രിമാർ പോകുമ്പം 2 മോട്ടോർ സൈക്കിളിൽ 2 കാറിൻ്റെ 2 സൈഡിലായിട്ട് മോട്ടോർ സൈക്കിളിൽ പോലീസ് ഉണ്ടാവും, പുറകിലും ചിലപ്പോൾ ഒരു പോലീസുകാർ കാണും. പക്ഷേ റോഡിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനും അവരെ സല്യൂട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ആകെ ക്യൂവിനെ മാത്രമാണ് റോഡിൽ വെച്ച് സല്യൂട്ട് ചെയ്ത് കണ്ടേക്കുന്നത്. പ്രൈം മിനിസ്റ്റർ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ പോകുന്നത് കണ്ടാലും പോലീസുകാരും സല്യൂട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഒരു കുറച്ച് നേരത്തേക്കൊക്കെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് എവിടെയെങ്കിലും വണ്ടി ബ്ലോക്ക് ചെയ്യും, അതിനുശേഷം പ്രൈം മിനിസ്റ്റർ കടന്നു പോകും, അല്ലാതെ അവിടെ ആരും സല്യൂട്ട് ചെയ്യാൻ കണ്ടില്ല. അപ്പോൾ ഈ സല്യൂട്ട് എന്നൊക്കെ പറയുന്നത് പോലും ഒരുതരം ജന്മിത്വത്തിൻ്റെ പ്രതീകമാണ്, അതൊരു ഫ്യൂഡലിസത്തിൻ്റെ പ്രതീകമാണ്, സാമ്രാജ്യത്തിൻ്റെ ഉൽപ്പന്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സതീശൻ ഇന്ന് അത് പറഞ്ഞു കേട്ടപ്പം എൻ്റെ മനസ്സിൽ വളരെ വലിയ സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പം എൻ്റെ മനസ്സിൽ തോന്നി അദ്ദേഹം ഒരു നെഹ്റുവിയനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ നെഹ്റുവിയനായിട്ടുള്ള അദ്ദേഹം ആ നെഹ്റുവിയൻ കോൺസെപ്റ്റുകൾ മുമ്പോട്ട് വയ്ക്കാൻ ഒരു ഫാബിയൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു നെഹ്റു എന്ന് പറയുന്നത്. അദ്ദേഹം ഇത്തരം ജാടകളുടെ ഒന്നും വക്താവായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫാബിയൻ സോഷ്യലിസ്റ്റ് ആയിരുന്ന നെഹ്റു, അദ്ദേഹം ഫാബിയൻ കമ്മ്യൂണിറ്റിയിൽ ഇവിടുത്തെ അംഗമായിരുന്നു, ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം ജാടകളുടെ ഒന്നും വക്താവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നെഹ്റുവിയൻ കോൺസെപ്റ്റ് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത് നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ കാണാൻ പറ്റും. ഈ അനാവശ്യമായി ഈ പോലീസുകാരെ അവിടെ വെയിലത്ത് നിർത്തി ഇത്രയേറെ ട്രെയിനിങ് കൊടുത്ത് അവരെ ഈ പ്രകടനപരം നടത്തേണ്ടത് യഥാർത്ഥത്തിൽ ഒരു ആവശ്യമില്ല. കാരണം ഒരു ഭരണാധികാരിയെ ജനങ്ങൾ ബഹുമാനിക്കേണ്ട യഥാർത്ഥത്തിൽ ആ ഭരണാധികാരിയുടെ പ്രവർത്തനം കൊണ്ടും ഫോഴ്സ് ബഹുമാനിക്കേണ്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ. മഹാത്മാഗാന്ധിയെ ആരെങ്കിലും സല്യൂട്ട് ചെയ്തിട്ടാണോ അദ്ദേഹം ഇന്നും കാലത്തെ അതിജീവിച്ച് ലോകത്തിൻ്റെ എല്ലാ മുക്കിലും അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ ജനങ്ങൾ ഇറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവിടെ സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത്? അതിൻ്റെ കാരണം മഹാത്മാഗാന്ധി ഒരിക്കലും ഒരു പോലീസ് ഫോഴ്സിൻ്റെ ഒരു അധികാരിയായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ലോകം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്? ഹെഡ്മണ്ട് ടൂട്ടു എന്ന് പറയുന്ന ബിഷപ്പ്, സൗത്ത് ആഫ്രിക്കയുടെ ബിഷപ്പായിരുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു മന്ത്രി ആയിട്ടോ ഒന്നും ആയിട്ടില്ല.
അയാളൊരു ബിഷപ്പായിരുന്നു മാത്രമേ ഉള്ളൂ. മറിച്ച് ലോകം മുഴുവൻ അദ്ദേഹത്തെ ഇന്നും ആദരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾപ്പെട്ട ഒരാളെന്നുള്ള എനിക്ക് ഡെസ്മണ്ട് ട്യൂട്ടിനെ ഇന്നും ആളുകൾ ബഹുമാനിക്കുന്നുണ്ട്. അതിന് അയാൾ മരിച്ചുപോയി, അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ അധികാരികളാണൊന്നുമില്ല. അധികാരികളെ ബഹുമാനിക്കുന്നുണ്ട്, അധികാരികളെ മനുഷ്യൻ ബഹുമാനിക്കുന്നുണ്ട്. അത് ഈ പോലീസിൻ്റെ സല്യൂട്ട് കൊണ്ടൊന്നുമില്ല, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ, പോലീസ് ഫോഴ്സിന് പലപ്പോഴും എണ്ണം കുറവാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ആ എണ്ണമില്ലാത്ത പോലീസ് ഫോഴ്സിനെ ഇത്തരത്തിൽ ഡിസ്പ്ലേ ചെയ്ത് ഈ തരത്തിൽ ആളുകളുടെ ഒരു ആഡംബരം കാണിക്കാൻ, ഇതൊക്കെ പിണറായി വിജയനെ പോലെയുള്ള അല്പന്മാർക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ സാമാന്യം ബോധമുള്ള മനുഷ്യർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു ലെഫ്റ്റ് ഐഡിയോളജി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് പറഞ്ഞ് ഇത് അദ്ദേഹം പറഞ്ഞ് ഇറ്റ് ഹാസ് ബി ഫിനിഷ്ഡ് സൂൺ എന്ന് പറഞ്ഞ്, ഇറ്റ് ഹാസ് ബി ഫിനിഷ് സൂൺ. അതായത് ഈ DIG ഇദ്ദേഹത്തെ പരിചയപ്പെട്ട അന്നേരം തന്നെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഗാർഡ് ഓഫ് ഓണർ അവിടെ വെച്ചിട്ടുണ്ട്, ഗാർഡ് ഓഫ് ഓണറിന് ലൈനപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു ഇറ്റ് ഹാസ് ബി ഫിനിഷ് സൂൺ പറഞ്ഞിട്ട്. കാരണം അദ്ദേഹത്തിന് അത് സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞു, അത് ആലോചിച്ച് പറഞ്ഞല്ല, ഡെലിബറേറ്റ്ലി അദ്ദേഹം അവിടെ ഒരു പ്രകടനം നടത്താൻ പറഞ്ഞല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിനോടുള്ള ആ കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ കൃത്യമായി അത് അപ്രിഷ്യേറ്റബിളാണ്. ആധുനിക ലോകത്ത് ഒരു സ്ഥലത്തും പോലീസ് ഇത്തരത്തിൽ സല്യൂട്ട് ചെയ്യുന്നില്ല. ആകെ ഇപ്പോൾ ബ്രിട്ടനാണ് ലോകത്തെ പോലീസിനെ ബഹുഭൂരിപക്ഷം ഉണ്ടാക്കിയത്, ബ്രിട്ടീഷ് കോളനികൾ ഉണ്ടാക്കിയ പോലീസിനെ ഉണ്ടാക്കുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടനിൽ ഇങ്ങനൊരു സല്യൂട്ടില്ല. ആകെപ്പാടെ ഞാൻ കണ്ടിട്ടുള്ളത്, ഒരിക്കൽ കൂടി പറഞ്ഞു, കാവലിയേഴ്സ്, അതായത് കുതിര ഫോഴ്സ് ക്യൂവിനെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ക്യൂൻ വന്നപ്പം മാത്രം സല്യൂട്ട് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ വളരെ അപൂർവമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ വന്ന സമയത്ത് കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും പോലീസ് സല്യൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സല്യൂട്ട് എന്നൊക്കെ പറയുന്നത് സാമ്രാജ്യത്വം അവർക്ക് ഒരു മാമത്ത് ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള വളരെ കുറച്ച് ആളുകളെ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ ഒരു വലിയ ജനസമൂഹത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഈ വ്യക്തികളുടെ അപ്രമാദിത്യം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണിത്. ആ സിസ്റ്റം ജനാധിപത്യത്തിന് അത്രമാത്രം സ്യൂട്ടബിൾ അല്ല. അത് കുറച്ചുകൂടെ മാറേണ്ടതുണ്ടെന്ന് സതീശൻ ഒരുപക്ഷെ പറഞ്ഞപ്പം അത് ഇന്ത്യയിലെ തന്നെ മറ്റ് രാഷ്ട്രീയക്കാർക്കൂടെ ഒരു മാതൃകയാണ്. എന്തായാലും സതീശനെ ഈ തരത്തിൽ സല്യൂട്ട് ചെയ്യുന്നു. ആ തരത്തിലൊരു ഭീഷണി ഉണ്ടായിരുന്ന മനുഷ്യൻ എന്നുള്ള സതീശനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.